ഹായ് കൂട്ടുകാരെ, അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ആ മിൽമ പാലിന് വില കൂടി എന്നുള്ളൊരു വീഡിയോ. അതിന് താഴെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റുകൾ ഇട്ടിരുന്നു. ഞാൻ ആ കമൻറ്റുകൾ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തു. അത് എനിക്ക് മനസ്സിലായി. കാരണം നിങ്ങൾ എന്നോട് പറയുന്നു, നീ എനിക്ക് ബുദ്ധിയില്ലേ, നിനക്കതിനെക്കുറിച്ച് അറിവില്ലേ, ഇതൊക്കെ അന്വേഷിച്ച് വേണ്ടി ചെയ്യാം, നിനക്ക് വിവരമില്ലേ, വിദ്യാഭ്യാസമില്ലേ എന്നുള്ള ചില കമൻറ്റുകളൊക്കെ നമ്മൾ വായിച്ചിരുന്നു. കുറച്ചൊക്കെ പഠിച്ച അറിവും വേണമെന്ന്, ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസവും ആവശ്യത്തിനുള്ള അറിവും ബുദ്ധിയൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മിൽമയ്ക്ക് 4 രൂപ വില കൂടി എന്നുള്ളത് ഇപ്പോൾ നടന്ന സത്യമായ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞത് വില കൂട്ടാൻ തീരുമാനിച്ചത് LDF സർക്കാർ പിണറായി വിജയനാണെന്നാണ്. എൻ്റെ സുഹൃത്ത്, LDF സർക്കാർ പിണറായി വിജയനല്ല മിൽമ പാലിന് വില കൂട്ടിയത്. അത് മന്ത്രി ചിഞ്ചൂറാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ വില കൂടാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ മിൽമ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ചിഞ്ചൂറാണെയും കണ്ടു, മുഖ്യമന്ത്രിയും കണ്ടു. പക്ഷേ ഒരു അണാ പൈസ രൂപ അവർ കൂട്ടിക്കൊടുത്തില്ല. അവർ കൂട്ടിക്കൊടുക്കാന്നേ പറഞ്ഞുള്ളൂ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. എന്തുകൊണ്ട് കൂട്ടിയില്ല? അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല കഴിഞ്ഞ ഭരണത്തിൽ കൂട്ടിയത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വ്യക്തമായി കാണണം. മുഖ്യമന്ത്രിയുമായിട്ട് നമ്മൾ രാവിലെ കാണുകയും പാൽവില വർധനവ് നടപ്പിലാക്കുന്നതിന് ഒരു പ്രയാസമില്ല, നിങ്ങളത് തീരുമാനം എടുത്തോളൂ എന്ന് പറയുകയും ചെയ്തതുകൊണ്ട് ഇന്ന് 4 രൂപ ഒരു ലിറ്റർ പാലിന് ജൂൺ മാസം 1-ാം തീയതി മുതൽ വില വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനം എടുത്തിട്ടുണ്ട്. മിൽമ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പറഞ്ഞത് ഇപ്പോഴുള്ള മുഖ്യമന്ത്രി VD സതീശൻ സാറിന് പോയി കണ്ടപ്പോൾ വില കൂട്ടുന്നതിൽ യാതൊരു തടസ്സവുമില്ല, കൂട്ടിക്കോളിൻ എന്നാ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ LDF സർക്കാരുള്ള സമയത്ത് കൂട്ടാൻ അറിയാഞ്ഞിട്ടല്ല, അത് ഇതുപോലെയുള്ള പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നറിഞ്ഞതുകൊണ്ട് 1 രൂപ പോലും കൂട്ടാതിരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഭരണത്തിൽ കൂട്ടി, അത് വളരെ നല്ല കാര്യം, നിങ്ങൾക്ക് നല്ല കാര്യമാണെന്ന് നിങ്ങൾ പറയുന്നു. ഓക്കെ, അതിന് എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയോ അറിവോ ഇല്ലാതെയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ആവശ്യത്തിന് അന്വേഷിക്കുകയും അറിയുകയും ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾക്കറിയാം ഞങ്ങൾ വില കൂട്ടിയിട്ടുണ്ടോ, ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടില്ല എന്ന്. പിന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തും രേഖപ്പെടുത്താം. കാരണം നിങ്ങൾ എന്നെ അന്തം കമ്മി എന്ന് വിളിക്കുമ്പോൾ, ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുമ്പോഴും ഇങ്ങനെയുള്ള വാക്കുകൾ ഇറക്കുമ്പോൾ നിങ്ങൾ ആരാ? നിങ്ങൾ അടിമകളല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയും നിങ്ങളുടെ നേതാവല്ലേ കൂട്ടിയത്, ഞങ്ങൾ കൂട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ഞങ്ങളുടെ ചിഞ്ചൂറാണി മന്ത്രി പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഒരിക്കലും കൂട്ടിയിട്ടില്ല. അത് വ്യക്തമായിട്ട് ആ വീഡിയോയിലുണ്ട്. എന്നിട്ടും നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ അതെൻ്റെ കുഴപ്പമില്ല. എനിക്ക് ആവശ്യത്തിനുള്ള വിവരവും വിദ്യാഭ്യാസവും അറിവൊക്കെ ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ പറയുന്നത് പോലെ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാളല്ല ഞാൻ. കോൺഗ്രസ് പാർട്ടിയുടെ കുറ്റം പറയുന്നില്ല. അതുമാതിരി കമ്മ്യൂണിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ ഞാൻ എടുത്ത് പറയാറുണ്ട്. തെറ്റും ശരിയും വളർന്ന് തന്നെയാണ് പറയാറുള്ളത്. അല്ലാതെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഫുള്ളായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയും. അതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. ഞങ്ങളുടെ പാർട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റെന്നേ പറയുള്ളൂ. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എപ്പോഴും തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുന്നവനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഞങ്ങളെ പാർട്ടിപരമായൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എൻ്റെ ഉറ്റ സുഹൃത്തുക്കളും എന്നെ നന്നായി അറിയുന്നവരുമാണ് ഈ പറയുന്ന കമൻറ്റുകൾ ഇടുന്നത്. എനിക്ക് ആവശ്യത്തിനുള്ള വിവരവും വിദ്യാഭ്യാസം ഉണ്ട് കൂട്ടുകാരെ. പിന്നെ ഞാൻ കൂലിപ്പണി എടുക്കുന്നതുകൊണ്ടാകാം നിങ്ങൾ എനിക്ക് വിദ്യാഭ്യാസമില്ല വിവരമില്ല എന്ന് കരുതുന്നത്. അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്.